കടങ്ങളൊക്കെ അങ്ങോട്ട് വീടി റാഹത്താണ് അല്ലേ. അപ്പൊ അമ്പംകുന്നും തെയ്യോട്ട് 2 പള്ളിക്ക് പോയി സിയാറത്ത് ചെയ്തു. കടങ്ങളൊക്കെ വീട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. രാവിലെ 25-ാം തീയതിക്കത്തെ വിശേഷമാണ് കേട്ടോ. നബിദിനത്തിൻ്റെ അന്നാണ് ഈ ഒരു വിശേഷം. അങ്ങനെ നല്ല മഴയായിരുന്നു കേട്ടോ. നബിദിന എന്ന് പറഞ്ഞിട്ട് നല്ല മഴയായിരുന്നു. അങ്ങനെ കുട്ടികളെ റാലി മഴ ഇടയ്ക്ക് പെയ്യുക പിന്നെ ഓഫാകുക അങ്ങനെയായിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നബിദിനത്തിന് ഒരു ചീഞ്ഞ മഴയായിരുന്നു കേട്ടോ. അങ്ങനെ നബിദിനം ഓണം ചീഞ്ഞ മഴയിൽ അങ്ങോട്ട് പെട്ടു കേട്ടോ. അങ്ങനെ ഏതായാലും ചീഞ്ഞ മഴ ആയതുകൊണ്ട് എല്ലാ സ്വത്തുനും ഭയങ്കര പനിയും കാര്യങ്ങളും, പിന്നെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒരുമാതിരി ഒരു ബേജാറ് വന്നു കേട്ടോ മനസ്സിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനത്തെ ആ സ്വത്തുനെയും കൊണ്ട് ഒരു മാസക്കണക്കായി സ്വത്തുന് പനി വരിക പോവുക. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു ടെൻഷനും ഇടങ്ങേറും കേട്ട് വന്നു കേട്ടോ. അപ്പം നബിദിനാണെന്നൊന്നും നോക്കിയില്ല. മഴ തോന്നുന്നത് നേരെ ഞങ്ങൾ പോയിട്ട് ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ അതാ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മൂത്രത്തിൽ പഴുപ്പായിരുന്നു. അപ്പോൾ ആ ഒരു പഴുപ്പിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഡോക്ടർ എഴുതി തന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നിട്ടോ. നമുക്ക് ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ എന്താണെന്നറിയില്ല, മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര ഒരു വേദനയൊക്കെ കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ വീട്ടിലോട്ട് വന്നിട്ട് നോക്കുമ്പോൾ ചോറ് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, നബിദിനത്തിൻ്റെ ചോറ് കേട്ടോ. ആ ചോറൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങളെല്ലാവരും ബിരിയാണി കഴിച്ചു കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് സ്വത്തുവിന് ഫുഡും കൊടുത്ത്, സ്വത്ത് പിന്നെ എന്ത് പനിയാണെങ്കിലും ബിരിയാണി എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിക്കും കേട്ടോ. അങ്ങനെ ഓനക്ക് മരുന്നൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് ഓനവിടെ കിടന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ, ഞാനും മിക്കാവും. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ ഉടനെ മഴ ഒന്ന് തോർന്നു കേട്ടോ. തോർന്നപ്പോൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. എന്താണെന്നറിയില്ല, മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര ഒരു വിഷമം വന്നു കേട്ടോ. കാരണം നമ്മളെ പ്രൊഫൈൽ വെച്ചിട്ട് ഓരോരോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് മോശമായ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഓരോരോ അക്കൗണ്ടിൽ കൂടി ഇങ്ങനെ പോയിട്ട് ഇതാരാണ്, എന്നിട്ട് എന്നോട് ഇങ്ങോട്ട് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുക ഇതെന്താണ് ഇതാരാണ്, ഇത് നീയല്ലേ, നിൻ്റെ വോയിസ് അല്ലേ. എൻ്റെ ലൈവ് സ്ട്രീമിൽ നിന്നൊക്കെ കുറച്ച് വോയിസുകളൊക്കെ ക്ലിപ്പുകളൊക്കെ എടുത്തിട്ട് വേണ്ടാത്ത മോശമായ രീതിയിലേ വീഡിയോസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് എൻ്റെ വീഡിയോസ് തന്നെ മോശമായ രീതിയിൽ സംസാരങ്ങളൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഓരോരോ അക്കൗണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് അത് മനസ്സിലേക്ക് വല്ലാത്തൊരു വിഷമമായിട്ടോ. ഓരോരുത്തരിങ്ങനെ വിളിച്ചിട്ട് എനിക്കിങ്ങനെ ലിങ്ക് വിട്ടുവന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു വിഷമം ഈ ഒരു വിഷമം മൊത്തത്തിൽ വിഷമമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിഷമങ്ങളൊക്കെ തീർക്കാൻ പോണ ഒരു പള്ളിയാണ് ഈ ഒരു പള്ളി. അങ്ങനെ പള്ളിയിൽ ചെന്ന് സിയാറത്തൊക്കെ ചെയ്തു. പള്ളിയിൽ ഉള്ളിലോട്ട് ചെന്നപ്പോൾ വല്ലാത്തൊരു വിഷമം കേട്ടോ. എനിക്ക് ആ ഒരു സിയാറത്ത് ചെയ്യുന്ന ടൈമിൽ ആ ഒരു തെയ്യോട്ടക്ക മൂപ്പാപ്പാൻ്റെ ഈ അറുന്നത്തുമ്മക്ക് നോക്കി നിന്നപ്പോൾ എനിക്ക് സങ്കടം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ. ഈ ഒരു സത്യപള്ളി എന്നാണ് ഇതിന് പേര് അറിയപ്പെടുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു പള്ളി കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് പോയപ്പോൾ പള്ളിയൊക്കെ ആകെ മാറിക്കണു കേട്ടോ. വഴിയും പള്ളിയുടെ സ്ഥാനവും ഒക്കെ മാറിക്കണു. ആകെപ്പാടം കണ്ട് പള്ളി കണ്ട് പൊളിച്ചിട്ടേ ഒരു വേറെ രൂപത്തിലാക്കിക്കണു കേട്ടോ. അങ്ങനെ ഓല ഉള്ളിലോട്ട് കയറിയതും ഓല കണ്ടതും എനിക്ക് അങ്ങോട്ട് കണ്ണീരണ്ട് പൊട്ടും കേട്ടോ. എന്ത് പ്രശ്നം വന്നാലും അങ്ങനെയാണ് കേട്ടോ. ഓലണ്ട് കണ്ട് ഓലോടണ്ട് പറയുമ്പോൾ ഞാനിങ്ങോട്ട് വിങ്ങിപ്പൊട്ടിയ എന്തായാലും ആ വിങ്ങിപ്പൊട്ടൽ ഈ ഫേക്കോളികൾക്ക് തിരിച്ചടി കിട്ടും ഇൻഷാ അല്ലാഹ് കേട്ടോ. നമ്മളെ വിഷമങ്ങൾ നമുക്ക് മാത്രമല്ലല്ലോ, നമ്മളെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവൂലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് തിരിച്ചടി കിട്ടും കേട്ടോ. ഇന്നല്ലേ നാളെ കിട്ടും. ഇന്നിപ്പോൾ നിങ്ങൾ അതിൽ ചെയ്ത് സന്തോഷിക്കുന്നുണ്ടാവും ഇൻഷാ അല്ലാഹ്. നാളെ പഠിച്ച റബ്ബിൻ്റെ മുന്നിൽ ഇതിന് നിങ്ങൾ ഉത്തരം പറയിപ്പിക്കും കേട്ടോ. അങ്ങനെ അവർക്ക് ഞാൻ അരി കൊടുക്കാൻ, എൻ്റെ മോനിക്ക് ഫസ്റ്റ് ശമ്പളം കിട്ടുമ്പോൾ അവിടെ അരി കൊടുക്കണം എന്നുള്ള ഒരു നേർച്ച ഉണ്ടായിരുന്നു. അതും കൂടി ചെയ്ത് അവനയച്ച കാശിൽ നിന്നും കുറച്ച് കാശ് വിട്ടുങ്ങാണ്ട് ഞങ്ങൾ നേരെ പോന്നു കേട്ടോ. ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് നേരെ പോന്നു. അപ്പോൾ കണ്ടോ നല്ല മഴയായിരുന്നു. ഞങ്ങൾ വണ്ടി എടുത്ത് സ്റ്റാർട്ടാക്കി ഞങ്ങൾ ഈ ഒരു സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോകാന്ന് പറഞ്ഞപ്പോൾ മഴ അങ്ങോട്ട് പോയിട്ടോ. പാടൊക്കെ നിറഞ്ഞു നിൽക്കണില്ല. അങ്ങനെ ഞങ്ങൾ നേരെ തെയ്യോട്ടൊക്കെ നേരെ ഞങ്ങൾ ഇവിടേക്കാണ് വന്നത് കേട്ടോ. അമ്പംകുന്നത്തേക്കാണ് വന്നേ. അമ്പംകുന്നത്ത് നിന്ന് അവിടുന്ന് ആ വഴിയിൽ നിന്നൊരു കടയിൽ നിന്ന് അരി വാങ്ങിട്ടോ. അങ്ങനെ അമ്പംകുന്ന് എത്തി. മാഷാ അല്ലാഹ് ഞങ്ങൾ 2 കടങ്ങളും എൻ്റെ മോൻക്ക് ഫസ്റ്റ് സാലറി കിട്ടിയിട്ട് ഇടാനുള്ളൊരു കടങ്ങളായിരുന്നു. അത് ഇട്ടു. ഇക്ക ഉണ്ടായിരുന്നില്ല. ഇക്കാക്ക് 25-ാം തീയതി
ലീവുള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് വരാൻ പറ്റിട്ടോ. അതിൻ്റെ മുന്നേ ഇടേണ്ടതായിരുന്നു, പക്ഷേ ഇടാൻ കുറച്ച് വൈകിക്കോട്ടെ. കയ്യിൽ ഇങ്ങനെ കാശ് വെച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു വിഷമം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു ചാക്കരി കൊടുത്ത് അങ്ങനെ അതാ അവിടുന്ന് ചീരനുണ്ടായിരുന്നു പഴം, അതും കഴിച്ച് അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലത്തെ ഭാരങ്ങളൊക്കെ അമ്പിയലിയക്കന്മാരുടെ അടുത്തും പഠിച്ചവൻ്റെ അടുത്തും കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയൊക്കെ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും